ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഭാഷയിൽ മലയാളത്തിൽ ഞാൻ എഴുതുകയാണ്, ഞങ്ങൾ എഴുതുകയാണ്, അവൻ എഴുതുകയാണ്, ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അവയാണ് ഈ ക്ലാസ്സുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഇംഗ്ലീഷിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നൊക്കെയാണ് പറയുന്നത്. ഈ പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല ഈ ഭാഷ പഠിക്കാനായിട്ട്. അത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടു. ഇവയുടെ ചോദ്യരൂപം ഞാൻ എഴുതുകയാണ്, ചോദ്യം ഞാൻ എഴുതുകയാണോ, നെഗറ്റീവ് കണ്ടു, ഞാൻ എഴുതുകയല്ല. അതിന്റെ ചോദ്യം നെഗറ്റീവ് ചോദ്യവും നമ്മൾ കണ്ടു, ഞാൻ എഴുതുകയല്ലേ. ഇതുപോലെ മറ്റു വാചകങ്ങളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. ഇന്ന് നമ്മൾ കാണുന്നത് ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ്. അവ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വേർ, വെൻ, വാട്ട്, വൈ, ഹൗ, ഹു. ഇവയും ഇവിടെ എങ്ങനെ ഉപയോഗിക്കുന്നു അതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. വേർ എവിടെ, വെൻ എപ്പോൾ, വാട്ട് എന്ത്, വൈ എന്തുകൊണ്ട്, ഹൗ എങ്ങനെ, ഹു ആര്. ചോദ്യത്തിന്റെ രൂപം നമ്മൾ മറക്കരുത്. ഇംഗ്ലീഷിലെ ചോദ്യം വെർബിന്റെ ആദ്യത്തെ ഭാഗം മുന്നിലുണ്ടായിരിക്കും, സബ്ജക്റ്റിന്റെ മുന്നില്. അത് തന്നെ ഇവിടെയും ഉണ്ടായിരിക്കണം. അതിനു മുന്നിലായിട്ടാണ് ഈ വാക്കുകൾ വയ്ക്കുന്നത്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിവിടെ നോക്കാം. വേർ ആം ഐ റൈറ്റിംഗ്, വേർ ആം ഐ റൈറ്റിംഗ്, എവിടെയാണ് ഞാൻ എഴുതുന്നത്. വേർ ആം ഐ റൈറ്റിംഗ്, എവിടെയാണ് ഞാൻ എഴുതുന്നത്, അല്ലെങ്കിൽ ഞാൻ എവിടെയാണ് എഴുതുന്നത്. മലയാളത്തിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിടാം, ഇംഗ്ലീഷിൽ പക്ഷേ സാധിക്കില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണേ. വേർ ആം ഐ റൈറ്റിംഗ്, എവിടെയാണ് ഞാൻ എഴുതുന്നത്. വേർ ആം ഐ റീഡിംഗ്, എവിടെയാണ് ഞാൻ വായിക്കുന്നത്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ചിലപ്പോൾ ഈ വാചകങ്ങൾ ഉണ്ടാക്കുമ്പോൾ അർത്ഥമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് വിട്ടേക്കണേ. വേർ ആം ഐ ടീച്ചിങ്, എവിടെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. വേർ ആം ഐ ക്ലീനിങ്, എവിടെയാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. വേർ ആം ഐ സ്റ്റഡിയിങ്, എവിടെയാണ് ഞാൻ പഠിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വേർഡ് വെൻ, ചോദ്യവാക്ക്. വെൻ ആം ഐ റൈറ്റിംഗ്, എപ്പോഴാണ് ഞാൻ എഴുതുന്നത്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴാണ് എഴുതുന്നത്. വെൻ ആം ഐ റീഡിംഗ്, എപ്പോഴാണ് ഞാൻ വായിക്കുന്നത്. വെൻ ആം ഐ ടീച്ചിങ്, എപ്പോഴാണ് ഞാൻ പഠിപ്പിക്കുന്നത്. വെൻ ആം ഐ ക്ലീനിങ്, എപ്പോഴാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. വെൻ ആം ഐ സ്റ്റഡിയിങ്, എപ്പോഴാണ് ഞാൻ പഠിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വേർഡ് വാട്ട്, എന്ത്. വാട്ട് ആം ഐ റൈറ്റിംഗ്, വാട്ട് ആം ഐ റൈറ്റിംഗ്, എന്താണ് ഞാൻ എഴുതുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് എഴുതുന്നത്. വാട്ട് ആം ഐ റീഡിംഗ്, എന്താണ് ഞാൻ വായിക്കുന്നത്. വാട്ട് ആം ഐ ടീച്ചിങ്, എന്താണ് ഞാൻ പഠിപ്പിക്കുന്നത്. വാട്ട് ആം ഐ ക്ലീനിങ്, എന്താണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. വാട്ട് ആം ഐ സ്റ്റഡിയിങ്, എന്താണ് ഞാൻ പഠിക്കുന്നത്. അതുപോലെ വൈ, വൈ ആം ഐ റൈറ്റിംഗ്, വൈ ആം ഐ റൈറ്റിംഗ്, കാരണം ചോദിക്കുകയാണ്. വൈ ആം ഐ റൈറ്റിംഗ്, എന്തുകൊണ്ടാണ് ഞാൻ എഴുതുന്നത്. വൈ ആം ഐ റീഡിംഗ്, എന്തുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത്. വൈ ആം ഐ ടീച്ചിങ്, എന്തുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. വൈ ആം ഐ ക്ലീനിങ്, എന്തുകൊണ്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. വൈ ആം ഐ സ്റ്റഡിയിങ്, എന്തുകൊണ്ടാണ് ഞാൻ പഠിക്കുന്നത്. ഹൗ, ഹൗ ആം ഐ റൈറ്റിംഗ്, ഹൗ ആം ഐ റൈറ്റിംഗ്, എങ്ങനെയാണ് ഞാൻ എഴുതുന്നത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എഴുതുന്നത്. ഹൗ ആം ഐ റീഡിംഗ്, എങ്ങനെയാണ് ഞാൻ വായിക്കുന്നത്. ഹൗ ആം ഐ ടീച്ചിങ്, എങ്ങനെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഹൗ ആം ഐ ക്ലീനിങ്, എങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. ഹൗ ആം ഐ സ്റ്റഡിയിങ്, എങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. ഇനി ഈസ് വെച്ച്, ഈസ് സിംഗുലറിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് വേർ ഈസ് ഹി റൈറ്റിംഗ്, വേർ ഈസ് ഹി റൈറ്റിംഗ്, വേർ ഈസ് ഹി റൈറ്റിംഗ്. വേർ ഹി ഈസ് റൈറ്റിംഗ് അല്ല, വേർ ഈസ് ഹി റൈറ്റിംഗ്. ക്വസ്റ്റ്യൻ ആകുമ്പോൾ അങ്ങനെ ചോദിക്കണേ, അത് മറക്കരുത്. വേർ ഈസ് ഹി റൈറ്റിംഗ്, എവിടെയാണ് അവൻ എഴുതുന്നത്. വേർ ഈസ് ഹി റീഡിംഗ്, എവിടെയാണ് അവൻ വായിക്കുന്നത്, അല്ലെങ്കിൽ അവൻ എവിടെയാണ് വായിക്കുന്നത്. നമുക്ക് തിരിച്ചൊക്കെ പറയാം, മലയാളത്തിൽ പ്രശ്നമില്ല, പക്ഷെ ഇംഗ്ലീഷിൽ ഇതുപോലെ തന്നെ പറയണം. വേർ ഈസ് ഹി ടീച്ചിങ്, എവിടെയാണ് അയാൾ പഠിപ്പിക്കുന്നത്. വേർ ഈസ് ഹി ക്ലീനിങ്, എവിടെയാണ് അവൻ ക്ലീൻ ചെയ്യുന്നത്. വേർ ഈസ് ഹി സ്റ്റഡിയിങ്, എവിടെയാണ് അവൻ പഠിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വേർഡ്, ചോദ്യവാക്ക് വെൻ, എപ്പോൾ. വെൻ ഈസ് ഹി റൈറ്റിംഗ്, വെൻ ഈസ് ഹി റൈറ്റിംഗ്, എപ്പോഴാണ് അവൻ എഴുതുന്നത്, അല്ലെങ്കിൽ അവൻ എപ്പോഴാണ് എഴുതുന്നത്. വെൻ ഈസ് ഹി റീഡിംഗ്, എപ്പോഴാണ് അവൻ വായിക്കുന്നത്. വെൻ ഈസ് ഹി ടീച്ചിങ്,
എപ്പോഴാണ് അവൻ പഠിപ്പിക്കുന്നത്? വെൻ ഈസ് ഹി ക്ലീനിങ്? എപ്പോഴാണ് അവൻ ക്ലീൻ ചെയ്യുന്നത്? വെൻ ഈസ് ഹി സ്റ്റഡിങ്? എപ്പോഴാണ് അവൻ പഠിക്കുന്നത്? അടുത്തത് വാട്ട്, എന്ത്. വാട്ട് ഈസ് ഹി റൈറ്റിംഗ്? വാട്ട് ഈസ് ഹി റൈറ്റിംഗ്? വാട്ട് ഈസ് ഹി റൈറ്റിംഗ്? വാട്ട് ഈസ് ഹി റൈറ്റിംഗ്? എന്താണ് അവൻ എഴുതുന്നത്, അല്ലെങ്കിൽ അവൻ എന്താണ് എഴുതുന്നത്? വാട്ട് ഈസ് ഹി റീഡിംഗ്? അവൻ എന്താണ് വായിക്കുന്നത്? വാട്ട് ഈസ് ഹി ടീച്ചിങ്? എന്താണ് അവൻ പഠിപ്പിക്കുന്നത്? വാട്ട് ഈസ് ഹി ക്ലീനിങ്? എന്താണ് അവൻ ക്ലീൻ ചെയ്യുന്നത്? വാട്ട് ഈസ് ഹി സ്റ്റഡിങ്? എന്താണ് അവൻ പഠിക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ വേർഡ് വൈ, എന്തുകൊണ്ട്, കാരണം ചോദിക്കുകയാണ്. വൈ ഈസ് ഹി റൈറ്റിംഗ്? വൈ ഈസ് ഹി റൈറ്റിംഗ്? എന്തുകൊണ്ടാണ് അവൻ എഴുതുന്നത്? വൈ ഈസ് ഹി റീഡിംഗ്? എന്തുകൊണ്ടാണ് അവൻ വായിക്കുന്നത്? വൈ ഈസ് ഹി ടീച്ചിങ്? എന്തുകൊണ്ടാണ് അവൻ പഠിപ്പിക്കുന്നത്? വൈ ഈസ് ഹി ക്ലീനിങ്? എന്തുകൊണ്ടാണ് അവൻ ക്ലീൻ ചെയ്യുന്നത്? വൈ ഈസ് ഹി സ്റ്റഡിങ്? വൈ ഈസ് ഹി സ്റ്റഡിങ്? എന്തുകൊണ്ടാണ് അവൻ പഠിക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ വേർഡ് ഹൗ. ഹൗ ഈസ് ഹി റൈറ്റിംഗ്? ഹൗ ഈസ് ഹി റൈറ്റിംഗ്? ഹൗ ഈസ് ഹി റൈറ്റിംഗ്? എങ്ങനെയാണ് അവൻ എഴുതുന്നത്? ഹൗ ഈസ് ഹി റീഡിംഗ്? എങ്ങനെയാണ് അവൻ വായിക്കുന്നത്? ഹൗ ഈസ് ഹി ടീച്ചിങ്? എങ്ങനെയാണ് അവൻ പഠിപ്പിക്കുന്നത്? ഹൗ ഈസ് ഹി ക്ലീനിങ്? എങ്ങനെയാണ് അവൻ ക്ലീൻ ചെയ്യുന്നത്? ഹൗ ഈസ് ഹി സ്റ്റഡിയിങ്? എങ്ങനെയാണ് അവൻ പഠിക്കുന്നത്? ഷിയും ഇതേപോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വേർ ഈസ് ഷി റൈറ്റിംഗ്? ഈ രീതിയിൽ തന്നെയാണ് അത് പ്രാക്ടീസ് ചെയ്യണേ. അടുത്തത് നമുക്ക് പ്ലൂരലിലേക്ക് പോകാം. ആർ ഉപയോഗിച്ച്. ഇതെല്ലാം പ്ലൂരലാണ്. വി, ഞങ്ങൾ, നമ്മൾ, യു, നീ, നിങ്ങൾ, താങ്കൾ, അങ്ങ്, അവിടെ നിന്ന് എല്ലാത്തിനും യു തന്നെയാണ്. ഇത് എപ്പോഴും പ്ലൂരലാണ്. ഇത് എപ്പോഴും പ്ലൂരലാണ്. ദേ, അവർ, ഇവർ, ഇതും പ്ലൂരലാണ്. അതുകൊണ്ട് നമ്മൾ ആർ, പ്ലൂരൽ ആയിട്ടുള്ള ആർ ഉപയോഗിക്കുകയാണ്. ഇവിടെ നമുക്ക് യു വെച്ച് നോക്കാം. അപ്പോൾ കുറെ കൂടി അർത്ഥമുള്ളതായിട്ട് തോന്നും. Where are you writing? Where are you writing? Where are you writing? എവിടെയാണ് നിങ്ങൾ എഴുതുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് എഴുതുന്നത്? Where are you reading? എവിടെയാണ് നിങ്ങൾ വായിക്കുന്നത്? Where are you teaching? എവിടെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്? Where are you cleaning? എവിടെയാണ് നിങ്ങൾ ക്ലീൻ ചെയ്യുന്നത്? Where are you studying? എവിടെയാണ് നിങ്ങൾ പഠിക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ വേർഡ് when, എപ്പോൾ. When are you writing? When are you writing? എപ്പോഴാണ് നിങ്ങൾ എഴുതുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് എഴുതുന്നത്? When are you reading? എപ്പോഴാണ് നിങ്ങൾ വായിക്കുന്നത്? When are you teaching? എപ്പോഴാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്? When are you cleaning? എപ്പോഴാണ് നിങ്ങൾ ക്ലീൻ ചെയ്യുന്നത്? When are you studying? എപ്പോഴാണ് നിങ്ങൾ പഠിക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ വേർഡ് ചോദ്യവാക്ക് വാട്ട്, എന്ത്. വാട്ട് ആർ യു റൈറ്റിംഗ്? വാട്ട് ആർ യു റൈറ്റിംഗ്? വാട്ട് ആർ യു റൈറ്റിംഗ്? എന്താണ് നിങ്ങൾ എഴുതുന്നത്? വാട്ട് ആർ യു റീഡിംഗ്? എന്താണ് നിങ്ങൾ വായിക്കുന്നത്? വാട്ട് ആർ യു ടീച്ചിങ്? എന്താണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്? വാട്ട് ആർ യു ക്ലീനിങ്? എന്താണ് നിങ്ങൾ ക്ലീൻ ചെയ്യുന്നത്? വാട്ട് ആർ യു സ്റ്റഡിയിങ്? എന്താണ് നിങ്ങൾ പഠിക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ വേർഡ് ചോദ്യവാക്ക് വൈ, കാരണം ചോദിക്കുന്നു. വൈ ആർ യു റൈറ്റിംഗ്? വൈ ആർ യു റൈറ്റിംഗ്? എന്തുകൊണ്ടാണ് നിങ്ങൾ എഴുതുന്നത്? വൈ ആർ യു റൈറ്റിംഗ്? വൈ ആർ യു റീഡിംഗ്? എന്തുകൊണ്ടാണ് നിങ്ങൾ വായിക്കുന്നത്? വൈ ആർ യു ടീച്ചിങ്? എന്തുകൊണ്ടാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്? വൈ ആർ യു ക്ലീനിങ്? എന്തുകൊണ്ടാണ് നിങ്ങൾ ക്ലീൻ ചെയ്യുന്നത്? വൈ ആർ യു സ്റ്റഡിയിങ്? എന്തുകൊണ്ടാണ് നിങ്ങൾ പഠിക്കുന്നത്? അടുത്തത് ഹൗ. ഹൗ ആർ യു റൈറ്റിംഗ്? ഹൗ ആർ യു റൈറ്റിംഗ്? എങ്ങനെയാണ് നിങ്ങൾ എഴുതുന്നത്? ഹൗ ആർ യു റീഡിംഗ്? എങ്ങനെയാണ് നിങ്ങൾ വായിക്കുന്നത്? ഹൗ ആർ യു ടീച്ചിങ്? എങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്? ഹൗ ആർ യു ക്ലീനിങ്? എങ്ങനെയാണ് നിങ്ങൾ ക്ലീൻ ചെയ്യുന്നത്? ഹൗ ആർ യു സ്റ്റഡിയിങ്? എങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നത്? ഇതേപോലെ തന്നെ ഈ ദേ, അവർ, ഇവർ, ഇത് വെച്ചും പ്രാക്ടീസ് ചെയ്യാം. ഇനിയുള്ളത് ഹു എന്ന വാക്കാണ്. ഹു എന്ന് വെച്ചാൽ ആര്. ഹു നമുക്ക് സിംഗുലർ ആയിട്ട് ഉപയോഗിക്കാം, ഹു പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കാം. സന്ദർഭം അനുസരിച്ചാണ്. ഉദാഹരണമായി ഞാൻ എൻ്റെ മുറിയിൽ ഇരിക്കുന്നു. അപ്പോൾ ആരോ വന്ന് എൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്. അധികം മുട്ടുകളില്ല, ഒരാൾ മുട്ടുന്ന ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. ആ സമയത്ത് ഞാൻ ചോദിക്കും, ഹു ഈസ് നോക്കിംഗ് അറ്റ് ദ ഡോർ? ഹു ഈസ് നോക്കിംഗ്? ഹു ഈസ് നോക്കിംഗ്? ഒരാളെ അവിടെ ഉള്ളു മുട്ടുന്നതായിട്ട് ഒരാളെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ഹു ഈസ് നോക്കിംഗ്? ആരാണ് വാതിൽ മുട്ടുന്നത്? ഹു ഈസ് നോക്കിംഗ് അറ്റ് ദ ഡോർ? ഓക്കെ, ഞാൻ മുറിയിലിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വാതിലിൽ ഒത്തിരി പേര് മുട്ടുന്ന ശബ്ദം നമുക്ക് കേൾക്കാമല്ലോ. കുറെ പേര് മുട്ടുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചോദിക്കുന്നു, ഹു ആർ നോക്കിംഗ്?
ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പ്ലൂറൽ ഉപയോഗിക്കുന്നു. ഹു ആർ നോക്കിംഗ് അറ്റ് ദ ഡോർ. ഹു ആർ നോക്കിംഗ് അറ്റ് ദ ഡോർ. ആരാണ് വാതിൽക്കൽ മുട്ടുന്നത്? മലയാളത്തില് ഹു ഈസ് തർജ്ജമ ചെയ്ത പോലെ തന്നെ ഹു ആറും തർജ്ജമ ചെയ്യാൻ പറ്റും. ആരാണ് വാതിൽക്കൽ മുട്ടുന്നത്? സന്ദർഭം വ്യത്യാസമുണ്ട്. ആദ്യം ഒരാൾ മുട്ടുന്ന ശബ്ദമാണ് കേട്ടത്, അതുകൊണ്ട് ഹു ഈസ് നോക്കിംഗ് അറ്റ് ദ ഡോർ. രണ്ടാമത്തെ പ്രാവശ്യം കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ ധാരാളം പേര് വാതിൽക്കൽ മുട്ടുന്നതായിട്ട് ഞാൻ കേട്ടു, അതുകൊണ്ട് ഞാൻ പ്ലൂറൽ ഉപയോഗിക്കുന്നു. ഹു ആർ നോക്കിംഗ് അറ്റ് ദ ഡോർ. ഈ സന്ദർഭം മനസ്സിലായല്ലോ. ഈ സന്ദർഭം മനസ്സിലായാല് ഇതിന്റെ ഉപയോഗം നമുക്ക് അറിയാൻ പറ്റും. വെറുതെ ഒന്ന് നോക്കാം. ഹു ഈസ് റൈറ്റിംഗ്? ആരാണ് എഴുതുന്നത്? കുറെ പേര് എഴുതുന്നുണ്ടെങ്കിൽ ഹു ആർ റൈറ്റിംഗ്. ഹു ഈസ് റീഡിംഗ്? ആരാണ് വായിക്കുന്നത്? ധാരാളം പേര് വായിക്കുന്നുണ്ടെങ്കിൽ ഹു ആർ റീഡിംഗ്. ഹു ഈസ് ടീച്ചിങ്? ആരാണ് പഠിപ്പിക്കുന്നത്? ഹു ആർ ടീച്ചിങ് എന്ന് പറയുമ്പോൾ ധാരാളം പേര് പഠിപ്പിക്കുന്നുണ്ട്, അവരാരാണെന്ന് ചോദിക്കുകയാണ്. ഹു ഈസ് ക്ലീനിങ്? ആരാണ് ക്ലീൻ ചെയ്യുന്നത്? ഹു ആർ ക്ലീനിങ്? ആരാണ് ക്ലീൻ ചെയ്യുന്നത്? ഹു ഈസ് സ്റ്റഡിയിങ്? ആരാണ് പഠിക്കുന്നത്? ഹു ആർ സ്റ്റഡിയിങ്? ആരാണ് പഠിക്കുന്നത്? എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. താല്പര്യമുള്ള ഒരാളെ കണ്ടെത്തിയിട്ട് മലയാളം ഇംഗ്ലീഷ് ഓരോ വാചകവും 10 പ്രാവശ്യം വെച്ച് പ്രാക്ടീസ് ചെയ്യുക. മറ്റൊരു കാര്യം, വാചകം ഉണ്ടാക്കുമ്പോൾ അർത്ഥമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് വിട്ടേക്കുന്നേ. അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുക. ഈ ക്ലാസ്സോടെ ഈ ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്ന ഞാൻ എഴുതുകയാണ്, ഞങ്ങൾ എഴുതുകയാണ്, അവൻ എഴുതുകയാണ്, അത് അവസാനിക്കുകയാണ്. ഇറ്റ് ഈസ് എൻഡിങ്. അത് അവസാനിക്കുകയാണ്. ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് വെർബ്സ് പഠിക്കണം. ഈ 4 ഫോംസ് പഠിക്കാൻ നോക്കണം. പുതിയ വാക്കുകളും പഠിക്കണേ. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക. അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട്. ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ്. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്. അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളിലെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3ആണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000-ൽ വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്
ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വേർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മളിത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഡി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ 12ാമത്തെ ലിസ്റ്റാണ്. വെർബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 4 രൂപങ്ങളാണ് ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിൽ എല്ലാ ടെൻസും മറ്റും ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. ഇവ അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാനോ എഴുതാനോ സാധിക്കില്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഉള്ളത് നമ്മൾ ബേസ് ഫോമും പ്രസന്റ് ഫോമും പ്ലൂറലും ഒരേപോലെ ഇരിക്കുകയാണ്. ഇംഗ്ലീഷിലെ സ്പെല്ലിങ്ങും ഉച്ചാരണവും അർത്ഥം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ 3 ഫോമേ പഠിക്കുള്ളൂ, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പൊ അവയുടെ ഉച്ചാരണവും അർത്ഥമൊക്കെ പ്രത്യേകം പഠിക്കണം. പിന്നെ പ്രസന്റ് ഫോമിലെ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, അതിൽ പ്ലൂറലും സിംഗുലറും ഉണ്ട്. ആദ്യം കൊടുത്തിട്ടുള്ളത് പ്ലൂറലാണ്. എസ്ഒ ISO ചേർത്തിട്ടുള്ള ആ വാക്ക് സിംഗുലർ ആയിരിക്കും. ഓക്കെ, പക്ഷെ അർത്ഥം ഒന്ന് തന്നെയാണ്. തുടങ്ങാം. സ്ലേ, സ്ലൂ, സ്ലേൻ, ടേക്ക്, ടുക്ക്, ടേക്കൻ, ഷേക്ക്, ഷുക്ക്, ഷേക്കൻ, freeze, froze, frozen, forsake, forsook, forsaken, arise, rose, risen, rise, rose, risen. ഈ വാക്കുകളുടെ പ്രത്യേകത എന്താണ്? അത് മൂന്ന് രീതിയിലാണ്. പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വ്യത്യാസമുണ്ട്. മൂന്ന് രീതിയിലാണ്. ഇനിയുള്ള വെർബുകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് പോലെ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. അഡ്മിറ്റ്, അഡ്മിറ്റഡ്, അഡ്മിറ്റഡ്. അപ്രൂവ്, അപ്രൂവ്ഡ്, അപ്രൂവ്ഡ്. അറസ്റ്റ്, അറസ്റ്റഡ്, അറസ്റ്റഡ്. ബിഹേവ്, ബിഹേവ്ഡ്, ബിഹേവ്ഡ്. ബ്രഷ്, ബ്രഷ്ഡ്, ബ്രഷ്ഡ്. chew, chewed, chewed. Contain, contained, contained. Belong, belonged, belonged. Damage, damaged, damaged. Delay, delayed, delayed. Gaze, gazed, gazed. Examine, examined, examined. End, ended, ended. Embarrass, embarrassed, embarrassed. Explode, exploded, exploded. Dust, dusted, dusted. Dream, dreamed, dreamed. അതിൽ ഡ്രംഡ് എന്നുള്ള വാക്കുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പാസ്റ്റിലും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലും. ഏൺ, ഏൺഡ്, ഏൺഡ്. Decorate, decorated, decorated. Accept, accepted, accepted. Include, included, included. Hurry, hurried, hurried. ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളാണ്. ഇവ പഠിച്ചാൽ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കുക, സ്പെല്ലിങ് ചിലതൊക്കെ വ്യത്യാസം വരും. സിംഗുലർ ആകുമ്പോൾ ചിലപ്പോൾ IES എന്നൊക്കെ ആയിരിക്കാം. അല്ലെ പാസ്റ്റിലൊക്കെ പോകുമ്പോൾ ചില ലെറ്റേഴ്സ് ഇരട്ടിക്കും, ഡബിൾ ആകും. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. എഴുതുമ്പോൾ കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും. ഓക്കെ.